ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏതാണ്ട് ഫലം ഉച്ചയോടുകൂടി എത്തുമ്പോൾ എങ്ങോട്ടേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൈം വിറ്റ്നസ് ചാനൽ വളരെ വലിയ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. കാരണം എല്ലാ ചാനലുകളും പല ചാനലുകളും ഏതാണ്ട് 400-നടുത്ത ഒരു സീറ്റാണ് BJPക്കും NDAക്കും ഒക്കെ പ്രവചിച്ചിരുന്നതെങ്കിൽ പ്രൈം വിറ്റ്നസ് തുടക്കം മുതൽ തന്നെ നമ്മുടെ വിശകലനത്തിൽ പറഞ്ഞിരുന്നു ഈ ഏതാണ്ട് BJP 300-നും 325-നും അടുത്ത സീറ്റുകൾ പിടിക്കുവാനാണ് മുന്നണി സംവിധാനത്തിലൂടെ സാധ്യത എന്നാണ്. ഏതാണ്ട് നമ്മുടെ നിലപാടിനെ ശരിവെക്കുന്ന തരത്തിലാണ് വിശകലനങ്ങൾ ഇപ്പോൾ ആ വിശകലനത്തെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് NDA സഖ്യം 300-നോട് അടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാത്രമല്ല കേരളത്തിൽ നിന്ന് തീർച്ചയായിട്ടും NDAക്ക് ഒരു പ്രതിനിധി ഉണ്ടാവും, താമര വിരിയും എന്നുള്ള സൂചനകൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളെ ഞെട്ടിച്ച ഒരു ഫലം ഉത്തർപ്രദേശ് മാത്രമാണ്. കാരണം ഉത്തർപ്രദേശിൽ നില BJP തുടരും എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് BJPയെ പോലും എല്ലാ കക്ഷികളെയും അമ്പരപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷെ വളരെ ന്യൂനപക്ഷങ്ങൾ അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടതും അതുപോലെ തന്നെ കോൺഗ്രസ് സഖ്യത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നതുമായ ഒരു കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ നമ്മൾക്ക് അപ്രതീക്ഷിതമല്ലാത്ത ഒരു ഫലം എന്ന് പറയുന്നത് കർണാടകയാണ്. കർണാടകയിൽ ഒരുപക്ഷെ BJP ചെറിയ തോതിൽ തിരിച്ചടി നേരിട്ടേക്കാം എന്നുള്ള വിശകലനങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കർണാടകയിൽ ഒരർത്ഥം രസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം BJPക്ക് നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുവരുന്ന ഒരു കാര്യമുണ്ട്, ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് അല്പസ്വല്പം തിരിച്ചടി നേരിടുവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അന്ന് പലരും നമ്മുടെ കമന്റ് ബോക്സിലെത്തി വളരെ നിശിതമായി നമ്മളെ വിമർശിച്ചതാണ്. എന്നാൽ പ്രൈം വിറ്റ്നസ് ചാനൽ കൊടുത്ത അതുപോലെ തന്നെ ഫലം എത്തുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. 300 സീറ്റ് മുതൽ 325 സീറ്റുകൾ വരെയാണ് നമ്മൾ ഇത്രയും വലിയ എക്സിറ്റ് പോളുകളൊക്കെ വന്നപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഏതാണ്ട് 300 സീറ്റുകളിലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ അപ്രതീക്ഷിതമായ നിമിഷത്തിൽ പോലും നമ്മൾ ഒരു സർവേ ഒന്നും കൂടാതെ തന്നെ നിരീക്ഷണത്തിലൂടെ അത് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഹരിയാനയിൽ BJPക്ക് തിരിച്ചടി ഏൽക്കും നമ്മൾ പറഞ്ഞിരുന്നു, അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ്. മഹാരാഷ്ട്രയിൽ ഏതാണ്ട് BJPക്ക് തിരിച്ചടി നേരിടുമെന്നുള്ള വാർത്ത നമ്മൾ പറഞ്ഞിരുന്നു, അത് ശരിയാണ്. കാരണം ഒരു പൂർണ്ണ ശിവസേന ഒപ്പമില്ലാതെ ഏതാണ്ട് NCPയെ പിളർത്തിക്കൊണ്ട് അതുപോലെ തന്നെ പിളർന്ന ശിവസേനയുമായി ചേർന്നുകൊണ്ടൊക്കെ നടത്തുന്ന മത്സരം എത്രത്തോളം BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിശകലനം നമ്മൾ നടത്തിയിരുന്നു. അതും ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ഒരുപക്ഷെ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒന്നും ഇത്രയും വലിയ വെല്ലുവിളി ഒരുപക്ഷെ BJP നേരിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രവചിച്ച 325 സീറ്റിലേക്ക് BJP നിഷ്പ്രയാസം എത്തുമായിരുന്നു. പക്ഷെ പ്രധാന തിരിച്ചടികൾ ഇവിടെയൊക്കെ ഉണ്ടായതായിട്ടാണ് ഇപ്പൊ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് കഴിഞ്ഞ തവണ 400 സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ട് ഒരു മുന്നണി മെയ്വഴക്കത്തിൽ കാട്ടിയ പോരായ്മ അവർ നികത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചു എന്നുള്ളതാണ്. എങ്കിലും ഇപ്പോഴും മുന്നണി മെയ്വഴക്കത്തിലെ പോരായ്മകൾ നിലനിൽക്കുമെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഒരു മുന്നണി വഴക്കം കാണിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയ സഖ്യം കോൺഗ്രസിന് നേട്ടമുണ്ടാക്കി. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ വളരെ ശ്രദ്ധേയമാണ്, നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ്. പല സ്ഥലങ്ങളിലും അവർക്ക് ഉണ്ടാക്കിയ ഒരു സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് 2 തവണയായി 2 ടൈമിലായി 10 വർഷത്തോളം ഭരിക്കുന്ന ഒരു സർക്കാരിന് വീണ്ടും ഭൂരിപക്ഷം കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമായിട്ട് വേണം നമ്മൾ കണക്കാക്കുവാൻ. BJPയെ സംബന്ധിച്ചിടത്തോളം 400 സീറ്റ് എന്നുള്ള ഒരു അജണ്ട നമ്മൾ പറഞ്ഞു, അത് തിരിച്ചടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പല വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിന് അത് BJPക്ക് എതിരായി ചില സ്ഥലങ്ങളിലെങ്കിലും മാറി എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ സംഭവിക്കുന്ന കേരളത്തിലെ കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഏതാണ്ട് UDF ഇവിടെ തൂത്തുവാരുമെന്നും ഏതാണ്ട് 18-17 സീറ്റിലോ ഇവിടെ നിന്ന് ഉറപ്പായും UDF ജയിക്കുമെന്നും 2 സീറ്റിൽ BJP വിജയിക്കുവാനുള്ള സാധ്യതയും നമ്മൾ മുൻകൂട്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഏതാണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ കിട്ടുന്നത്. ഏതാണ്ട് ആലത്തൂരിൽ മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷം മുന്നേറുന്നത് എന്നുള്ളൊരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ BJPയുടെ വോട്ടുകൾ പലരും സംശയം ഉന്നയിച്ചു, മുരളീധരൻ അവിടെ 1ാം സ്ഥാനത്തെത്തുമോ 2ാം സ്ഥാനത്തെത്തുമോ, അവിടെ സുരേഷ് ഗോപി ആയിരിക്കുമോ ജയിക്കുമെന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ സുരേഷ് ഗോപി വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. സുരേഷ് ഗോപി വിജയിച്ചാൽ ആര് പുറകിൽ പോകും എന്ന് ചോദിച്ചപ്പോൾ തുടക്കത്തിലൊക്കെ നമ്മൾ കരുതിയിരുന്നത് VS സുനിൽകുമാർ പുറകിലേക്ക് പോകും എന്നായിരുന്നെങ്കിൽ നമ്മുടെ അവസാനഘട്ട വിലയിരുത്തൽ പ്രത്യേകിച്ച് മുരളീധരന്റെ പ്രസ്താവന അവിടെ തൃശ്ശൂരിൽ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നൊരു പ്രസ്താവന വന്നിരുന്നു. അപ്പൊ സംസ്ഥാനം പ്രത്യേകമായി പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായ ഈ ഇടതുപക്ഷത്തിന് അനുകൂല, അതായത് പല വോട്ടുകളും ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിലേക്ക് പോയപ്പോഴും കോൺഗ്രസിൽ ഉള്ളിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ
അതവിടെ കോൺഗ്രസിന് തലവേദനയായി മാറി. ഒരുപക്ഷെ മുരളീധരനെ പ്രതിനിധിച്ച അത്ര വോട്ടുകൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അവിടെ സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് നാളെയും വരും ദിവസങ്ങളിലും അതിന് മറുപടി പറയേണ്ടതായി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അപ്രതീക്ഷിതമായ ഒരു വിജയമല്ല സുരേഷ് ഗോപിയുടേത്. കഴിഞ്ഞ 6-7 വർഷങ്ങളായി മണ്ഡലത്തിൽ ചിരപരിചിതനായ ഒരു വ്യക്തിയെ പോലെ പ്രവർത്തനം നടത്തുകയും രാഷ്ട്രീയത്തിന് ഉപരിയായി സ്ത്രീകളുടെയും അതുപോലെ തന്നെ യുവാക്കളുടെയും വോട്ടുകളൊക്കെ നേടിയെടുക്കുവാൻ തന്റെ പെട്ടിയിലാക്കുവാൻ കഴിഞ്ഞത് സുരേഷ് ഗോപി നൽകുന്ന ഒരു വലിയ പാഠമാണ്. മറ്റൊരു കാര്യം കൂടി, ഒരുപക്ഷെ സംഘടനാ സംവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ആയിരിക്കണം സുരേഷ് NDAക്ക് കുറെ കൂടി വിജയിച്ചു കയറുവാൻ സംഘടനാ സംവിധാനം വഴി നോക്കിയാൽ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ തൃശൂർ നമ്മൾ പറയാനുള്ള കാരണം, സേവനം അധികാരത്തിലെത്തിയാൽ മാത്രമേ സേവനം നടത്തി ജനങ്ങളെ സേവിക്കാൻ കഴിയൂ എന്നതിലൊക്കെ വിമർശനാത്മകമായി പരിശോധിച്ചാൽ സുരേഷ് ഗോപി അതിനെ കടന്ന് ഒരു പടി മുന്നിലോട്ട് പോയിരുന്നു എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ആനുകൂല്യം അവിടെ ലഭ്യമാക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ അവിടെ പലതവണ കൊണ്ടുവന്ന് തന്റെ പ്രചരണം നയിക്കുന്ന കാര്യത്തിലും ഒക്കെ സുരേഷ് ഗോപി കാണിച്ച മിടുക്ക്, അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കുന്നതിന് നടത്തിയ ഡീലുകൾ, ഇതൊക്കെ ഒരുപക്ഷെ അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ നിർണായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് BJP കടന്നു കയറില്ല എന്നൊരു വിശ്വാസം ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ആ വിശ്വാസങ്ങളെ ഒക്കെ തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടാകുന്നത് 2 സീറ്റുകളിൽ അവർക്ക് വിജയിക്കാനായാൽ തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരും ദിവസങ്ങളിലും കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ നമ്മുടെ അക്കങ്ങൾ എഴുതി കാണിച്ചപ്പോൾ 17 ഇടതുപക്ഷത്തിന് 1 BJPക്ക് 2 എന്നുള്ള തരത്തിൽ ആ അക്കങ്ങൾ മാറി മറിഞ്ഞപ്പോൾ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്ര ഒരു വലിയ മാറ്റമായി BJP വരുന്നത് എന്നുള്ളത് പലരും സംശയം ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയതാണ്. എക്സിറ്റ് പോളുകൾ തികഞ്ഞ പരാജയം എന്ന് പറയാൻ കഴിയില്ല. കാരണം എക്സിറ്റ് പോളുകൾ എല്ലാ എക്സിറ്റ് പോളുകളും 400 പ്രവചനങ്ങളൊന്നും നടത്തിയിട്ടില്ല. നമ്മൾ ഏതാണ്ട് എക്സിറ്റ് പോളുകൾ ഒരു ട്രെൻഡാണ് പ്രവചിച്ചത്. ആ ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എങ്കിലും ചില സംസ്ഥാനങ്ങളിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്ന് വേണം വിലയിരുത്തുവാൻ. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ വോട്ടുകൾ അത് BJPക്ക് എതിരായി കേന്ദ്രീകരിക്കുന്നതിന് കാരണമായി. അവിടെ കോൺഗ്രസ് ഉണ്ടായ സഖ്യം അതവർക്ക് കാരണമായി. OBC വോട്ടുകൾ അവർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില MP-മാരെങ്കിലും സിറ്റിംഗ് MP-മാർക്കെതിരെ വലിയ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് അതും ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ BJP തിരിഞ്ഞുകൊത്തുന്ന ഒരു കാഴ്ചയാണ്. ഡബിൾ എഞ്ചിന് ഉത്തർപ്രദേശിൽ ഏറ്റ തിരിച്ചടി തന്നെയാണ് ഒരുപക്ഷെ BJPക്ക് പ്രതീക്ഷിച്ചത്ര സീറ്റിലേക്ക് ഇപ്പോൾ എത്തുവാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ കരുതിയതുപോലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, BJPക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുന്ന നഷ്ടം അവർ തെക്കേന്ത്യ വഴി നികത്തും എന്ന് പറഞ്ഞപ്പോൾ പലരും നെറ്റി ചുളിച്ചതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് BJPക്ക് ഉണ്ടാകുന്ന നേട്ടം, ഒരുപക്ഷെ BJP ഇനി വരും ദിവസങ്ങളിൽ അധികാരത്തിൽ തുടരുന്നുവെങ്കിൽ അത് തെക്കേന്ത്യയുടെ സംഭാവനയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ഉണ്ടാക്കുന്ന നേട്ടം ഇത്തരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ BJPക്ക് ഉണ്ടാകുന്ന ഈ വളർച്ച അത് മുൻപൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്, പലപ്പോഴും ഇടതുപക്ഷം പറഞ്ഞിരുന്നത് അത് കോൺഗ്രസിന്റെ വോട്ടിൽ ഉണ്ടാകുന്ന ചോർച്ചയാണ്. കോൺഗ്രസ് പറയുമായിരുന്നു അത് ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ ഉണ്ടാകുന്ന ചോർച്ചയാണ്. എങ്കിൽ 2 വോട്ടുകളും ചോർന്ന് BJPയുടെ വോട്ട് ഷെയർ കേരളത്തെ വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ വോട്ടുകൾ നിലനിർത്തുന്നതിന് ഇടതുപക്ഷം എന്തുമാത്രം കരുതലോടെ പ്രവർത്തിക്കണം എന്നതിന്റെ സൂചനയാണ്. പുതിയ ആളുകളുടെ, പുതിയ വ്യക്തികളുടെ, യുവാക്കളുടെ ഇടയിലേക്ക് അവർക്ക് കടന്നു കയറാൻ കഴിയുന്നില്ല എന്ന് ഇത്തരുണത്തിൽ നമുക്ക് പറയേണ്ടതായി വരും. കാരണം അത്തരത്തിലുള്ള മെജോറിറ്റി വോട്ടുകളും ഏതാണ്ട് BJP പാളയത്തിലേക്ക് പോകുന്ന ഒരു സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നമുക്ക് നൽകുന്നത്. അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് മറ്റു മണ്ഡലങ്ങളിൽ പ്രകടമാകുന്നില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ വിജയസാധ്യത കൽപ്പിച്ച മണ്ഡലങ്ങൾ എന്ന നിലയിലും അതുപോലെ തന്നെ BJPയുടെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ മാറ്റുരച്ച മണ്ഡലം എന്ന നിലയിലും അവർ കൃത്യമായി വികസന അജണ്ടകളെ കുറിച്ച് സംസാരിച്ച മണ്ഡലം എന്ന നിലയിലും തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ 2 മണ്ഡലങ്ങളെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. മാത്രമല്ല അവിടെ ആയിരുന്നു അവർക്ക് വിജയസാധ്യത അവർ കൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും പ്രവർത്തിച്ചത്. ഒരുപക്ഷെ ആറ്റിങ്ങലിലും ഇടയ്ക്ക് ആലപ്പുഴയും നമ്മളെ ഒന്ന് ഞെട്ടിച്ചുവെങ്കിലും ഇപ്പൊ ഏതാണ്ട് കരുതിയിരുന്ന പോലെ തന്നെയാണ് കേരളത്തിന്റെ ചിത്രം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ 100% ശരിയാവുകയാണ്. എന്നാൽ ഇന്ത്യ തലത്തിൽ, ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എക്സിറ്റ് പോളുകൾ നൽകിയ ഒരു അതിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട്. എങ്കിലും ആ ട്രെൻഡുകൾ പ്രവചിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ദേശീയ ജനാധിപത്യ സഖ്യം ഇത്തവണയും അധികാരം നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എങ്കിൽ ശക്തമായ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു പാഠം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോഴും ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പക്വതയാണ് കാണിക്കുന്നത്. തികഞ്ഞ ഒരു പ്രതിപക്ഷമായി ഒരുപക്ഷെ ദേശീയ ജനാധിപത്യത്തിന്റെ ചില തീരുമാനങ്ങൾക്ക് തടയിടുവാൻ, ചില തീരുമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി
പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്ന ഈ അവസരം എങ്ങനെ അവര് വിനിയോഗിക്കാൻ പോകുന്നു എന്നാണ് ഇനി വരാൻ പോകുന്ന 5 വർഷം ഏറ്റവും പ്രധാനമാകുന്നത്. അതായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നീട് നിർണയമാകാൻ പോകുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്.